ഹായ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നുള്ള ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പാരൻസും ബന്ധുക്കളും ഒക്കെ അടുത്ത ഒരു കൺഫ്യൂഷൻ അവർക്ക് വരുന്നത് കുഞ്ഞിന് എന്ത് പേരിടണം എന്നാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള പേരിടാൻ വേണ്ടിയിട്ട് എല്ലാവരും മത്സരിക്കുന്നത് കാണാം. ഇതാണ് ആസ് എ ഗൈനക്കോളജിസ്റ്റ് ഒരു പ്രസവത്തിന് ശേഷം റൂമിലൊക്കെ ചെല്ലുമ്പോഴുള്ള അവരുടെ ഒരു 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 സ്റ്റേറ്റ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. അവർ പേരൊക്കെ ഇട്ട് വീട്ടിലൊക്കെ പോയി കുഞ്ഞ് കുറച്ച് വലുതായി കഴിയുമ്പോൾ അടുത്ത് വരുന്നൊരു കൺഫ്യൂഷനാണ് കുഞ്ഞിനെ എവിടെ ചേർത്തി പഠിപ്പിക്കണം, ഏത് സിലബസ് പഠിപ്പിക്കണം, ഏത് സ്കൂളിൽ ചേർത്തണം, ICSE മതിയോ, CBSE മതിയോ, സാധാരണ സ്കൂൾ മതിയോ, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണം. സോ എത്രത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ലൊരു ഡെവലപ്മെൻറ്റ് കൊടുക്കാൻ നാം അത്രയും കെയർ കാണിക്കുന്നു, അത്രയും ശ്രദ്ധ കാണിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത്. സോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ശരിക്കും സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണോ കൂടുതൽ നാം കോൺസെൻട്രേറ്റ് ചെയ്തത്? ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഒരു 40% നടക്കുന്നത് ഒരു അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ഒരു സമയത്താണ് എന്ന് പറയാം. ഈവൻ ഒരു 10% നടക്കുന്നത് അണ്ടവും ബീജവും കൂട്ടിമുട്ടി ഒരു ഭ്രൂണം രൂപം കൊള്ളുമ്പോൾ ആ ഒരു സിംഗിൾ സെല്ലായിട്ടുള്ള ആ ഒരു ബേബി ഫോം ചെയ്യുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ ഒരു 10% ഡെവലപ്മെൻറ്റ്, ഒരു പ്രോഗ്രാമിംഗ് കഴിഞ്ഞു എന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രഗ്നൻസിക്ക് മുമ്പുള്ള കാലഘട്ടം, ഒരു പ്രീ കൺസെപ്ഷണൽ ടൈം എത്രത്തോളം കെയർഫുൾ ആയിട്ടാണ് നാം ചെലവഴിക്കേണ്ടതുള്ള ഒരു വസ്തുത ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഈ ഒരു പ്രീ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഈ ഒരു സമയം വളരെ ഒരു നല്ല രീതിയിൽ ചെലവഴിക്കാൻ, അത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യമാകട്ടെ, മെൻ്റലായിട്ടുള്ള ഒരു കാര്യമാകട്ടെ, എമോഷണലായിട്ടുള്ള കാര്യമാകട്ടെ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമാകട്ടെ, ഈ രീതിയിലൊക്കെ നാം ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും ഉണ്ടാകുന്ന അണ്ടവും ബീജവും ആ ഒരു ക്വാളിറ്റിയോട് കൂടിയ അണ്ടങ്ങളും ബീജങ്ങളും ആയിരിക്കും. സോ ഈ ഒരു അണ്ടവും ബീജവും കൂട്ടിമുട്ടി ഒരു ഭ്രൂണം രൂപം കൊള്ളുമ്പോൾ ആ ഒരു സിംഗിൾ സെല്ലായിട്ടുള്ള ഒരു ബേബി ഫോം ചെയ്യുമ്പോൾ തന്നെ ഒരു 10% ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഓക്കെ, സോ ബാക്കിയുള്ള ഒരു 30% ഈ ഒരു പ്രഗ്നൻസി കാലഘട്ടത്തിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള ഒരു വസ്തുത. ഒരു 10% ആദ്യത്തെ ട്രൈമസ്റ്ററിൽ, ആദ്യത്തെ 3 മാസം, പിന്നെയുള്ളൊരു 10% സെക്കൻഡ് ട്രൈമസ്റ്ററിൽ, പിന്നെയുള്ളൊരു 10% തേർഡ് ട്രൈമസ്റ്ററിൽ, ഇങ്ങനെ ഒരു 30% പ്രഗ്നൻസി സമയത്തും 10% ആ കൺസെപ്ഷൻ സമയത്തും ഈ ബേബിയുടെ പ്രോഗ്രാമിംഗ് നടന്നു കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ഒരു സയൻറ്റിഫിക് ആയിട്ട് പ്രൂവൺ ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. സോ ഈ ഒരു പ്രോഗ്രാമിംഗ്, ബേബിയുടെ ഒരു 40%ഓളം പ്രോഗ്രാമിംഗ് കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ തന്നെ ഫിനിഷായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷമുള്ള ഒരു 2 വയസ്സ് വരെയുള്ള കാലഘട്ടവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു 50%ഓളം ബാക്കി ഡെവലപ്മെൻറ്റ്, ബാക്കി രൂപീകരണങ്ങൾ, ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ്, എമോഷണലായിട്ടുള്ള രൂപീകരണങ്ങൾ, മെൻ്റലായിട്ടുള്ള രൂപീകരണങ്ങൾ, അതേപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എല്ലാം ഒരു 50% ഈ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, പ്രഗ്നൻസി കാലഘട്ടം ഒരു 40%, 2 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടം 50%, അങ്ങനെ 40+50 ഒരു 90%ഓളം ബേബിയുടെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു എന്നുള്ളൊരു വസ്തുത നാം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഏത് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നു, ഏത് സിലബസിൽ നമ്മൾ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയവും ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ കുറേയൊക്കെ ഈ ഒരു വൂം പീരീഡിൽ, ഈ ഒരു ഗർഭകാലഘട്ടത്തിലും അതേപോലെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്താൽ എന്തായിരിക്കും ഒരു അവസ്ഥ? ആ ഒരു ബേബിയുടെ പ്രോഗ്രാമിങ് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നടക്കുമെന്നുള്ളത് ഒട്ടും സംശയം പോലും വരുത്താണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വസ്തുത തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വൂം പീരീഡിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വൂം പീരീഡിൽ കുഞ്ഞിൻ്റെ ഒരു 4 ഡയമെൻഷനായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അത് ഫിസിക്കലാകട്ടെ, മെൻ്റലാകട്ടെ, എമോഷണലാകട്ടെ, സ്പിരിച്വൽ ആകട്ടെ, ഈ രീതിയിലുള്ള ഡെവലപ്മെൻറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു വൂം പ്രോഗ്രാമിംഗ് എന്നുള്ളൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നത് ഓസമോൾ മിറാക്കിൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നത്. കുറേ പേര് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു വൂം പ്രോഗ്രാമിംഗ് ഇപ്പോൾ നടന്നാൽ തന്നെ
നമ്മുടെ കുഞ്ഞിൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നടക്കുകയും ഏകദേശം ഒരു 90% ഡെവലപ്മെൻറ്റ് കുഞ്ഞ് ഒരു 2 വയസ്സാകുമ്പോഴേക്കും അച്ചീവ് ചെയ്യുകയും ചെയ്താൽ തന്നെ നമുക്ക് കുറേയധികം ജോലികൾ തീർക്കാൻ സാധിക്കും അല്ലേ. ബാക്കി ഒരു 10% ബാക്കിയുള്ള വർഷങ്ങളിൽ. അതിലൊരു 9% ഡെവലപ്മെൻറ്റ് ഒരു 7 വയസ്സാകുന്നത് വരെ ഉള്ള കാലഘട്ടത്തിലും ബാക്കി 1% ഈ ഒരു സ്കൂൾ ഗോയിങ് ടൈമിലൊക്കെ സംഭവിക്കുന്നത്. സോ നിങ്ങളുടെ കുഞ്ഞിന് ഒരു 4 ഡയമെൻഷനായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വൂം പീരീഡിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തത് തന്നെയാണ്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് യുവർ ഡോക്ടർ സെൻസില സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി.